തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13-കാരി പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നിറങ്ങി കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം ഈ കുട്ടി കന്യാകുമാരിയിലേക്ക് യാത്ര തുടർന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. വിജിൻ ചേരുന്നു. വിജിൻ, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മൂന്നരയോടുകൂടി അവിടെ എത്തി. അതിനുശേഷം ഈ പറയുന്ന പോലെ ഒരു ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല, രാവിലെ മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല. ഈ ഇറങ്ങിയ സമയത്ത് ഈ കുട്ടിയെ ആരെങ്കിലും ഭക്ഷണം വാങ്ങി നൽകുകയോ അല്ലെങ്കിൽ വെള്ളം വാങ്ങി നൽകുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരുടെ കൂടെ അല്ലെങ്കിൽ അവർ വിളിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ കുട്ടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം മറ്റ് സാധ്യതകളുമുണ്ട്. വെളുപ്പിനെ 5 മണിയോടുകൂടിയാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്നത്. ഇനി നമുക്കിത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ ഡ്രൈവർമാർ ഈ കുട്ടിയെ എവിടെ കണ്ടു, അത് എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണല്ലോ വിജിൻ. ഷമി, 2 ഓട്ടോ ഡ്രൈവർമാരാണ് ഇത്തരത്തിൽ 5:30 ഈ കുട്ടിയെ ബീച്ച് സൈഡിലേക്ക്, കന്യാകുമാരി ബീച്ച് സൈഡിലേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന മൊഴി നൽകിയത്. ആ മൊഴി ആദ്യഘട്ടത്തിൽ തമിഴ്നാട് പോലീസ്, കന്യാകുമാരി പോലീസ് തന്നെ വ്യക്തമാക്കിയത് ഇവർക്ക് ചില ക്രിമിനൽ പശ്ചാത്തലം ഒക്കെയുള്ള ആളുകളാണ്, അതുകൊണ്ട് അത് പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല എന്നുള്ളതായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അവരുടെ മൊഴി സ്ഥിരീകരിക്കാൻ പാകത്തിനുള്ള ഒരു ദൃശ്യങ്ങളും ലഭിച്ചില്ല. അതാണ് പോലീസിനെ കുഴപ്പത്തിലാക്കിയതും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാതിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും പോലീസ് അവർ പറഞ്ഞ ഒരു നിഗമനം വെച്ചിട്ടുള്ള അന്വേഷണം, തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. അവർ പറഞ്ഞ ഭാഗം കന്യാകുമാരി ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കന്യാകുമാരി ബീച്ച് സൈഡിലും അതുപോലെ തന്നെ കടലോരത്തും ഒക്കെ പോയി പോലീസ് പരിശോധന നടത്തിയിരുന്നു. അവിടെയുള്ള സർക്കാരിൻ്റെ തന്നെ CCTV ദൃശ്യങ്ങളുണ്ട്, അതൊക്കെ പരിശോധിച്ചിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിൽ പല മേഖലകളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ ആ പരിശോധനയിൽ ഒന്നും കുട്ടിയുടേത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ദൃശ്യങ്ങളും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് പോലീസ് അക്കാര്യത്തിൽ ദൃശ്യങ്ങളിൽ ഒന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അങ്ങനെയെങ്കിൽ കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടുണ്ടാകില്ല, ചിലപ്പോൾ നാഗർകോവിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാഗർകോവിൽ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിലെ RPFൻ്റെ കൂടി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. അതിൻ്റെ സ്ട്രോങ് റൂമിലെത്തി RPFൻ്റെ സമ്മതത്തോടു കൂടി പോലീസ് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കുട്ടി ഇറങ്ങുകയും അവിടെ നിന്ന് വെള്ളമെടുത്ത് അകത്തേക്ക് കയറുകയും ചെയ്തതായി ബോധ്യപ്പെട്ടത്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ട്രെയിനിൽ കയറിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് അരമണിക്കൂർ കൊണ്ട് എത്തും. അതേ സമയത്താണ് കുട്ടി അവിടെ എത്തിയത് എന്നൊരു നിഗമനം നേരത്തെ തന്നെ പോലീസിനുണ്ടായിരുന്നു. അതിനുശേഷം 5:30 ഈ ഡ്രൈവർമാർ ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നത്. അതിനുശേഷം ഏതൊക്കെ ഭാഗത്തേക്ക് ആരുടെയെങ്കിലും സഹായത്തിൽ ഭക്ഷണമോ വെള്ളമോ കഴിച്ചിട്ടുണ്ടോ, മറ്റ് ഭാഗത്തേക്ക് എവിടെയെങ്കിലും പോകാനുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ, ഇനി വീണ്ടും തിരിച്ച് എത്തി ട്രെയിനുകളിൽ ഏതെങ്കിലും ട്രെയിനിൽ കയറി തിരിച്ച് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒക്കെ ഉള്ള സംശയത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ആണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. അങ്ങനെ ഉള്ള CCTV ദൃശ്യങ്ങൾ, അതായത് കുട്ടി വരുന്നതോ പോകുന്നതോ ആയ ഒരു CCTV ദൃശ്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തെ ഗേറ്റിൽ നിന്നുൾപ്പെടെ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, 2 ഭാഗമുണ്ട് അകത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനായി. ഒന്ന് അതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്, ആ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള ഭാഗമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാന ഭാഗമെന്ന് പറയുന്നത്. അല്ലാതെ തന്നെ വാഹനത്തിനും അതുപോലെ തന്നെ ആളുകൾക്ക് നടന്നും ഒക്കെ പോകാൻ പാകത്തിനുള്ള മറ്റൊരു വഴിയുണ്ട്. ആ ഭാഗത്ത് ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളൊന്നും ഉണ്ടായിട്ടുമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ചിലപ്പോൾ ലഭിച്ചില്ല. അതുവഴിയാണ് കുട്ടി പോവുകയോ വരികയോ ചെയ്തത് എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വേണം. പക്ഷേ തൊട്ടു മുന്നിലേക്ക് കടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലും കുട്ടിയുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. ഇനി ചിലപ്പോൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും പതിയാത്ത ഭാഗത്ത് തന്നെ കുട്ടി പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുകയും തുടർന്ന് ഏതെങ്കിലും ട്രെയിൻ തിരികെ പോകുമ്പോൾ തിരികെ പോയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട്. കന്യാകുമാരിയിൽ 13-കാരി പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. കുട്ടി നാഗർകോവിലിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. തസ്മിതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. വിജിനാണ് നാഗർകോവിലിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.